ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണ്, ഇവിടെ എന്നല്ല എല്ലായിടത്തും നല്ല മഴയാണെന്നറിയാം. ബട്ട് സ്റ്റിൽ അപ്പം നമ്മൾ രാവിലെ തന്നെ അച്ഛനെയും കൂട്ടി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണല്ലോ. നമുക്ക് ഒരുമിച്ച് പോവാം കേട്ടോ. എന്തായാലും നമ്മൾ പോകാനിറങ്ങിയപ്പോൾ ഒരു 7:30 ഒക്കെ ആയി കാണും. മഴ വരൂ ഗായ്സ്. എന്തായാലും നമ്മൾ നോക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ മീറ്റ് വാങ്ങാനാണ് പോയത്. സൺഡേ ആയതുകൊണ്ട് തന്നെ കടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മീറ്റ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. ഉദ്ദേശിച്ച പോലെ അങ്ങനെ അത്ര മഴയൊന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇന്ന് അച്ഛൻ്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. പുറത്തും ടി വിയിൽ നല്ല മഴയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്ലോഗ് ഞാൻ ഫുൾ ഡേ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മയുടെ മുന്നിൽ പച്ചക്കറിയുടെ ഒരു കൂട്ടം സാമ്പാർ വെക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുളിക്കാനുള്ള പരിപാടികൾ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ തലയിലിടാൻ വേണ്ടി താളി പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ മഴയത്ത് താളി ഇടാനുള്ള ബോധോദയം എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ബോധക്കേട്. എനിവേ താളിക്കുള്ള ഇലയൊക്കെ പൊട്ടിച്ച് നമ്മൾ താളി ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അച്ഛൻ അടുക്കളയിൽ തകൃതിയായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ലിവർ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? അപ്പോൾ ഡു കമൻറ്റ് അത്. പിന്നെ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ, ഇഡ്ഡലിയും സാമ്പാറും. ബട്ട് ഗൈസ് എനിക്ക് ഇഡ്ഡലിനേക്കാളും ഇഷ്ടം ദോശയാണ്. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാനും സൈഡിൽ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ആ മീറ്റ് ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ട് തുടയ്ക്കാനുണ്ടായിരുന്നു ഫ്ലോർ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവുവിന് ചേച്ചി ഇഡ്ഡലി കൊടുക്കുകയാണ്, ഇഡ്ഡലിയും സാമ്പാറും. ഇവു ആണെങ്കിൽ അവിടെ ഇരുന്ന് TV കാണാണ് കേട്ടോ. വീഡിയോ എടുത്തിട്ടൊന്നും അവൻ മൈൻഡ് ചെയ്തില്ല. അപ്പോഴത്തേനും ഞാൻ കുളിച്ച് വന്നു. ചേട്ടാ, ഇതാണ് എൻ്റെ ചേച്ചി നിക്കി. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ദോശയാണ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ദോശയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് വൺസ് അഗൈൻ താങ്ക് യു. എനിവേസ് ദോശയൊക്കെ കഴിച്ചു. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടൻ. അവൻ എപ്പോഴും ഇപ്പോൾ വീട്ടിൽ വരാറുണ്ട്. പക്ഷെ മൈൻഡൊന്നുമില്ല കേട്ടോ. ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡൊന്നും ചെയ്തില്ല. ഒരു മൈൻഡില്ലല്ലോ നിനക്ക്. പിന്നെന്താ, ഓൾമോസ്റ്റ് ഒരു 11:30 ഒക്കെ ആയപ്പോൾ നമുക്ക് ട്യൂഷൻ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിച്ചു. അച്ഛൻ്റെ സ്പെഷ്യൽ മീറ്റ്, പിന്നെ ചേച്ചിയുടെ സ്പെഷ്യൽ റൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിങ്ങിലൊന്നും ഇടപെട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും കുക്കിങ്ങൊക്കെ കഴിഞ്ഞു, ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഇനി ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, ചേട്ടാ, ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. എനിവേസ് നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ ഈ ലുക്ക് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. അമ്മയും അച്ഛനും ഞാനും ഇവക്കുട്ടനും കൂടിയാണ് പോകുന്നത്. ചേച്ചി വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ മാമൻ്റെ വീട്ടിലേക്കാണ്. അമ്മയുടെ മാമൻ്റെ വീട്ടിൽ, ദാറ്റ് മീൻസ് എൻ്റെ മാമൻ്റെ വീട്. അങ്ങനെ ഇറങ്ങാൻ നേരമായപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് ജോ വന്നു. അപ്പോൾ അവളായിട്ടും കുറച്ച് നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ക്ലിപ്പൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എനിവേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.